ഒരാളെയും പറഞ്ഞു പറ്റിക്കില്ലെന്ന് തൃക്കാക്കരയിലെ വോട്ടർമാരോട് 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർ. എന്റെ മനസ്സിൽ വേറെയും കുറച്ച് ഐഡിയാസ് ഉണ്ട്. ദൈവത്തെ ഓർത്ത് ഐഡിയ പറയല്ലേ. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പിടിച്ചു നിർത്തി അടിക്കാമെന്നാണ് അഖിലിന്റെ വാക്ക്. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമില്ലാത്തതായി ഉള്ളൂ. അഖിൽ മാരാർക്ക് ഒരു നിലപാടുണ്ടോ എന്നൊരു ചോദ്യം. ഇപ്പം എന്താണ് നിലപാടിനെ കുറിച്ച് പറയാൻ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ അടിസ്ഥാനപരമായ നിലപാട് ഒന്ന് തന്നെയാണ്, സത്യത്തിനും ശരിക്കും NDAക്ക് ഒപ്പമാണ്. അതുകൊണ്ടാണ് നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. NDA LDF UDF എന്നതല്ല അവിടുത്തെ മെയിൻ പ്രശ്നം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം NDAയുടെ കൂടെയാണ്. എനിക്ക് എത്ര തന്ത ഉണ്ടെന്നാണ് നിന്റെ വിചാരം? അത് വലിയ പിടിയില്ല. ഒരു ക്ലൂ തരാമോ? കോൺഫിഡൻസ് ഉണ്ടോ തൃക്കാക്കര എന്നൊരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ? അത് എവിടെ മത്സരിച്ചാലും ആ ജനതയോട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഇരിക്കും. വേണ്ടാതീരത്തിന് വന്നാൽ കയ്യും കാലും തല്ലി വിളിച്ച് ദൂരെ കളയാൻ. ഈ ഇളം പ്രായത്തിൽ ചാവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത്. ഞാനൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തായാലും ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും കയറി നമ്മൾ ഇടപെടും. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. നാട്ടിലും പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും കയറി ഇടപെടും. അപ്പം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പം ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുനിന്നൊരു ചോദ്യം വരും, നീ ആരാണ്? പണ്ട് ഞാൻ നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടി, എന്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയല്ലേ പറ്റൂ. അതിന് നീ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഈ പരിപാടിക്ക് ഒരു തരം തരികിടയല്ലേ? ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. തരികിടയാണല്ലോ, പിന്നെ കുറെ ഫാന്റസിയും. അല്ലാതെന്താ അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫിഗർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ തോന്നുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റി ഫിഗർ എന്ന് പറയുന്ന ഒരു ഫിഗറിനോട് എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ ആരും വിശ്വസിക്കാത്തത്. പക്ഷെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫേസ് വാല്യൂ ആണ്. അതായത് ഒരു പോപ്പുലർ ഫേസസ് ആണ് ഞാൻ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇപ്പൊ എനിക്ക് ഇറങ്ങി ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ നോക്കി കൈ കാണിക്കുന്നു, ചിരിക്കുന്നു. അത് മാത്രമാണ് ഒരു പ്ലസ്. അത് വോട്ട് ജയിക്കലാണ് പ്രധാനം, വഴി ഏതായാലും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി. അതെ, അത് വോട്ടാവോ? ഒരിക്കലും വോട്ടാവില്ല, ഒരിക്കലും വോട്ടാവില്ല. അതല്ലല്ലോ വോട്ടാവേണ്ടത്. എന്നെ ഒരാൾക്ക് തിരിച്ചറിയാമെന്നത് വോട്ട് കൊടുക്കാൻ പാടില്ല. എന്നെ ഒന്ന് കണ്ടാൽ ഒരാൾ വോട്ട് തരാൻ പാടില്ല. ഞാൻ ഏതനത്തിൽപ്പെട്ട പട്ടിക്കുണ്ടായതാന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് അവൻ കാശിന്ന് പോകും, നാളെ നമ്മൾ തൂത്തുവാരും. ഇതൊരു മുതൽ മുടക്കാണ് ബൈ ഇൻവെസ്റ്റ്മെന്റ്.